ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഇത് പ്രോസിക്യൂഷൻ ബാധിച്ചത് ഈ പ്രതി ഇതിനു മുൻപും കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല എന്നാണ് കോടതി പ്രോസിക്യൂഷൻ നേരത്തെ പറഞ്ഞത്. വധശിക്ഷയിൽ കുറഞ്ഞൊന്നും നൽകരുതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതാണ്. പേരൂർക്കട അമ്പലമുക്കിൽ വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തമിഴ്നാട് കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വിനോദ് ചേരുന്നു. വിനോദ്, പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും ദയ അർഹിക്കാത്ത ഒരു പ്രതിയാണ് രാജേന്ദ്രൻ എന്നുള്ളത് മുഖവിലക്കെടുത്തിരിക്കുന്നു. കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വിവരങ്ങൾ? അപർണ, ഏറ്റവും സുപ്രധാനമായ വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. 2022 കേസിനാസ്പദമായ സംഭവം. 4 പവന്റെ മാലയ്ക്ക് വേണ്ടി വിനീതയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം നെടുമങ്ങാട് സ്വദേശിയായ വിനീത ഈ ഒരു അലങ്കാര ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ജീവനക്കാരിയായി എത്തുകയായിരുന്നു. ഏതാണ്ട് 6 മാസത്തിലധികമായി അവർ അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ വന്ന സമയമായിരുന്നു. അവിടെ ചെടികൾ നനയ്ക്കുന്നതിനും മറ്റുമായാണ് വിനീത ഇരുചക്ര വാഹനത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്, അമ്പലമുക്കിലെ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. ഈ സമയം സമീപത്തെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു രാജേന്ദ്രൻ തമിഴ്നാട് സ്വദേശിയാണ്. ഇയാൾ ഈ സ്ഥാപനത്തിന് മുന്നിൽ ചുറ്റിത്തിരിയുകയും പിന്നീട് സ്ഥാപനത്തിനുള്ളിൽ കയറി ചെടി വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. ചെടികൾ കാണിക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിന്റെ പിറകിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. ഈ സീൻ കാണുമ്പോൾ തന്നെ പോലീസുകാർക്ക് വ്യക്തമായിരുന്നു ഇത് മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആളാകാനുള്ള സാധ്യത, പ്രതി അങ്ങനെയുള്ള ഒരാളാകാനുള്ള സാധ്യത. കാരണം ആ കൊലപാതകത്തിന്റെ രീതിയും കവർച്ചയും ഒക്കെ തന്നെ അതിലേക്കാണ് വിരൽ ചൂണ്ടിയത്. തുടർന്ന് വിശദമായ അന്വേഷണം നടന്നു. പക്ഷേ ആ ഘട്ടത്തിൽ കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് രാജേന്ദ്രന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. അവിടെ വരികയും അവിടെ നിന്ന് കൊല നടത്തിയ ശേഷം സമീപത്തെ കുളത്തിനടുത്തേക്ക് മറ്റൊരു ഇരുചക്ര വാഹനത്തിൽ പോവുകയും അവിടെ ഈ ഡ്രസ്സുകൾ കത്തിച്ചു കളയുകയുമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിലും ഓട്ടോയിലുമായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുകയും ചെയ്തു. രാജേന്ദ്രനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഇയാൾ നേരത്തെയും കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ നടത്തിയത് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. വിദ്യാസമ്പന്നനാണ് രാജേന്ദ്രൻ. ഇങ്ങനെ പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ കൊലപാതകങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിൽ ഈ കേസ് നടക്കുമ്പോൾ കോടതി ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. രാജേന്ദ്രനെ കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടു. ചില റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർമാരുടേതടക്കം റിപ്പോർട്ടുകളും തേടിയിരുന്നു. നേരത്തെ തന്നെ വിധി പറയേണ്ടതായിരുന്നു. എന്നാൽ ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കി രാജേന്ദ്രന്റെ പൂർവ്വകാല ചരിത്രം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇയാളുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കന്യാകുമാരി ജില്ലാ കളക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം ഡോക്ടർമാർ തുടങ്ങി നിരവധി റിപ്പോർട്ടുകൾ, ഏതാണ്ട് 7 റിപ്പോർട്ടുകൾ, പോലീസിന്റെ അടക്കം ജയിൽ വകുപ്പിന്റെ അടക്കം 7 റിപ്പോർട്ടുകളാണ് കോടതിക്ക് മുമ്പേ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ എത്തിയത്. ഇതിൽ നിന്ന് ഈ കുറ്റവാളിക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ലെന്നും ഇയാൾ പണത്തിന് വേണ്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ഈ 4 പേരെ കൊലപ്പെടുത്തിയതിൽ 3 പേരും സ്ത്രീകളായിരുന്നു എന്ന കാര്യവും കോടതി നിരീക്ഷിച്ചു. അതായത് കുറ്റവാളിയാണ്, കുറ്റവാസനയുള്ള ആളാണ്. ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ കുറ്റവാളിക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത്. അപർണ, ഇത് നേരത്തെ തന്നെയും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയവർ. ഇതിൽ ഈ നടത്തിയ 4 കൊലപാതകങ്ങൾ 3ലും ഇരകൾ സ്ത്രീകളാണ്. അത്രയും ക്രൂരമായിട്ട് തന്നെ ഈ പ്രതി തുടർ കൊലപാതകങ്ങൾ നടത്തി എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ നേരത്തെ വന്നതാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടടക്കമൊക്കെ പ്രതിക്കെതിരായിട്ടുണ്ടായിരുന്നു. കോടതി ഇതെല്ലാം പരിഗണിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ കുറ്റവാളിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാത്രമല്ല അന്ന് നടത്തിയ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കറതീർന്ന ക്രിമിനൽ എങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കുന്നത് ആ നിലയിലൊക്കെ ആയിരുന്നു രാജേന്ദ്രന്റെ നീക്കങ്ങൾ. ഈ 3 കൊലപാതകങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുകയും അവിടെ പിടിയിലാവുകയും ആ കേസിൽ ജാമ്യത്തിലിറങ്ങി വന്ന ശേഷമാണ് വീണ്ടും സ്വർണത്തിന് വേണ്ടി 4 പവൻ മാല കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള കൊലപാതകം നടത്തിയത്. അതായത് ഈ 3 കൊലപാതകങ്ങൾ നടത്തിയതിൽ ഒരു പശ്ചാത്താപമോ കുറ്റബോധമോ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല വീണ്ടും കൊലപാതകം നടത്താനുള്ള ടെൻഡൻസിയും അതിൽ നിന്ന് ഒളിച്ചോടാൻ അല്ലെങ്കിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വളരെ സജീവമായാണ് അയാളുടെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടായത്.
ഡ്രസ്സ് ഒഴിവാക്കുക, അത് ഒരു കുളത്തിനരികിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പല വാഹനങ്ങളിലായി യാത്ര ചെയ്തത്, ഇരുചക്ര വാഹനങ്ങളിലും 2 ഓട്ടോറിക്ഷകളിലുമായാണ് അന്ന് മുഴുവൻ പ്രതി യാത്ര ചെയ്യുന്നത്. രാത്രി 7:30 മണിയോടുകൂടി പേരൂർക്കട ആശുപത്രിയിലെത്തി ഈ പിടിവലിക്കിടെ കയ്യിലുണ്ടായ മുറിവിന് ചികിത്സ തേടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് കടന്നു കളയുന്നത്. മാത്രമല്ല, ഈ അന്വേഷണം ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ രാജേന്ദ്രൻ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അതും ട്രെയിനിൽ തന്നെയാണ്. ഇവിടെ എത്തി പേരൂർക്കടയിൽ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലെ അവശേഷിച്ചിരുന്ന വസ്തുക്കൾ, തന്റേതായി അവിടെ അവശേഷിച്ചിരുന്ന വസ്തുക്കളുമായി വീണ്ടും കടന്നു കളയുകയും ചെയ്യുന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. കാലിന് സ്വാഭാവികമായ രീതിയിൽ നടക്കുന്നു, സാധാരണ നിലയിലല്ല, ചില വ്യത്യാസത്തോടുകൂടി നടക്കുന്ന ഒരു ആൾ ആണ് ഈ കൊലപാതകം നടത്തി മടങ്ങുന്നതായി ഇതിൽ കാണുന്നത്. മാത്രമല്ല, ഈ തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പൂർണ്ണതോതിൽ വസ്ത്രങ്ങളൊക്കെയാണ് രാജേന്ദ്രൻ ധരിച്ചിരുന്നത്. പക്ഷേ ഈ കാലിന്റെ വ്യത്യാസം, നടക്കുന്നതിലെ വ്യത്യാസം, ഇത് തന്നെയാണ് ഇതിൽ വളരെ നിർണായകമായത്. ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ആൾ നടക്കുന്നതുമായി ഇതിന് വലിയ ഞാൻ തിരികെ എത്താം. വി വിനോദ്, ഇപ്പോൾ മുൻ SP ശ്രീ സക്കറിയ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സക്കറിയ ജോർജ്, അപൂർവമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് കൂടി ഇതിനെ വിശേഷിപ്പിക്കുകയാണ്. ഇതിനു മുൻപും ഈ പ്രതി കൊന്നത് കൂടുതലും സ്ത്രീകളെ തന്നെയാണ്. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വർണത്തിന് വേണ്ടിയിട്ടൊക്കെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതക രീതിയിലേക്കൊക്കെ ഈ പ്രതി കടന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാകാം കോടതി വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നത്. അങ്ങനെ കണക്കാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ കോടതികൾ ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷൻ, ഇന്നത്തെ സാഹചര്യങ്ങളും ഇന്ന് നടക്കുന്ന കുറ്റകൃത്യങ്ങളെ പറ്റി അവര് ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ അവരും ബോധവാന്മാരാണ്. ഇവിടെ നടക്കുന്ന ഇഷ്യൂസ്, അത് തീർച്ചയായിട്ടും അവർക്കും ഈ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുമുണ്ട്. കാരണം നമ്മൾ കണ്ടു, ഗ്രീഷ്മയുടെ കേസിനകത്ത് ജ്യൂസ് ചലഞ്ചും ഒക്കെ നടത്തിയ ഒരാളിനെ കൊന്നിട്ട് ഇവിടെ പല പണ്ഡിതന്മാരും മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്നവര്, സ്യൂഡോ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ഒക്കെ പറഞ്ഞു അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതിനകത്ത് വധശിക്ഷ തന്നെ മാതൃകാപരമായി സൊസൈറ്റിക്ക് നല്ല, ഈ സമൂഹത്തിന് കുറ്റകൃത്യങ്ങൾ അടിക്കടി കൂടി വരുന്ന ഒരു സമൂഹത്തില് വലിയ സന്ദേശമാണ് അതിൽ കൂടി കൊടുത്തത്. അതുപോലെ ഇതും വളരെ തരക്കേടില്ലാത്ത ഒരു വിധിയാണെന്ന് തന്നെ പറയണം. കാരണം ഇവരൊക്കെ ഭൂമി ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവരെ റിഫോം ചെയ്തെടുക്കാനും പാടാണ്. കാരണം നമുക്കറിയാം, മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് പോലും സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ അവകാശമില്ലാത്ത ഒരു നിയമവ്യവസ്ഥിതിയില് എങ്ങനെ ഒരാൾക്ക് അന്യരെ കൊല്ലാം? നമ്മുടെ ഇവിടെ പലപ്പോഴും രാഷ്ട്രീയക്കാര് അവരുടെ പ്രതിയോഗികളെ കൊന്നിട്ട് അവർക്ക് ജയിലിൽ സുവാസം കൊടുക്കുന്നു, പരോള് കൊടുക്കുന്നു, എല്ലാം ഇല്ലീഗലായിട്ട് ചെയ്യുന്നു. ഇതെല്ലാം കൊടുക്കുമ്പോഴേ പൊതുസമൂഹത്തിൽ ഒരു തെറ്റായ മെസ്സേജാണ്. ആർക്കും എന്തും ചെയ്യാം, ഫ്രീ ഫോർ ഓൾ ആണ്, എന്ത് കുറ്റം ചെയ്താലും ഇവിടെ ഒന്നുമില്ല എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കോടതികള് മഹത്തരമായ വിധികളിലൂടെ കോടതിയുടെ ഉത്തരവാദിത്വങ്ങൾ, അന്തസ്സത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം വിധികള് ഇനി ഇതുപോലെ ഹീന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ അർത്ഥം മനുഷ്യരോട് ദയം ദാക്ഷിണ്യം കാണിക്കരുതെന്നല്ല പറയുന്നത്. പക്ഷെ അടിക്കടിക്ക് സമൂഹത്തിൽ ഇങ്ങനെ നിർദാക്ഷിണ്യം, ഇപ്പൊ നമ്മൾ കണ്ടു ജമ്മു കാശ്മീരിലൊക്കെ ചെയ്യുന്നു തീവ്രവാദികള്. അവിടെ തീവ്രവാദികളുടെ തീവ്ര മനസ്സാണെങ്കിൽ ഇവരുടെ ഹീന മനസ്സുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം കിട്ടുന്ന മാതിരി നല്ല ശിക്ഷാവിധികൾ ഉണ്ടാകണം. അത് ഇന്ത്യയിൽ ഒട്ടാകെ ഈസ്റ്റ് ടു വെസ്റ്റ് ആൻഡ് സൗത്ത് ടു നോർത്ത് ഉണ്ടാകട്ടെ. ഇവിടെ ഒരു നല്ല രാജ്യമാണെന്നും ഇവിടെ നിയമവാഴ്ചയുണ്ടെന്നും ആർക്കും ആരെയും കൊല്ലാനുള്ള യാതൊരു അവകാശം ഭരണഘടനയെ പറയാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള വിധി കൊണ്ട് നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകട്ടെ. ജനങ്ങൾക്കൊരു സുരക്ഷിത ബോധവും ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ കൂടുതൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ താല്പര്യം. പക്ഷെ അപ്പോഴും മേൽക്കോടതി, ശ്രീ സക്കറിയ ജോർജ്, മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ പക്ഷേ ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വിധിയിലേക്കൊക്കെയാണ് കടക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും വധശിക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം, വലിയ കോടതികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആ ഒരു വിധിയിലേക്ക് കടക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു തിരുത്തലുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ലേ? വലിയ കോടതിയോ ചെറിയ കോടതിയോ ഇല്ല. ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. അവരവരിയ്ക്കുന്ന കസേരയുടെ മഹത്വം അവരവർ സ്വയം മനസ്സിലാക്കണം.
അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്കൊരു ഓർഡർലി സിസ്റ്റം ഉണ്ടാവുകയുള്ളൂ. നവീൻ അറോറ വേഴ്സസ് ഡൽഹി ഹൈക്കോർട്ടിനകത്ത് ലോകത്തിന് തന്നെ നൽകിയ ഉത്തമമായ ഒരു വിധിയുണ്ട്. അതിനകത്ത് നമ്മൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരുന്നു നവീൻ അറോറ കേസിനകത്ത്, എ ജഡ്ജ് ഷുഡ് ഓൾവേസ് തിങ്ക് ദാറ്റ് ഹീസ് എ ജഡ്ജ്, ഹി ടു വിൽ ബി ജഡ്ജ്. ഒരു ജഡ്ജി എപ്പോഴും അദ്ദേഹം ജഡ്ജിയാണെന്ന്, അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനുകളെ അദ്ദേഹത്തെയും ആൾക്കാര് വിശകലനം ചെയ്യുമെന്ന് ഉള്ള ബോധ്യം വേണമെന്ന് ഡൽഹി ഹൈക്കോടതി ഒരു നവീൻ അറോറ എന്ന് പറഞ്ഞ ഒരു ജില്ലാ ജഡ്ജി അഴിമതി കാണിച്ചപ്പോൾ അദ്ദേഹത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അതിനെ ശരിവെച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിനകത്താണ് പറഞ്ഞത്. അപ്പം എല്ലാവരും വിചാരിക്കണം ദേ വിൽ ബി ജഡ്ജ്, അവരെ വിശകലനം ചെയ്യും, ജനം അവരെ വിലയിരുത്തും. ഏത് വിധി എഴുതിയാലും അത് രാജ്യത്തിന്റെ ഉത്തമമായ താല്പര്യത്തിന് എഗൻസ്റ്റായിട്ടാണ് എഴുതുന്നതെങ്കിൽ അവരെ ജനം വിധിക്കും, ജനങ്ങൾ ജഡ്മെന്റൽ ആകും. അത് എല്ലാവരും ഓർക്കുന്നതും ഈ രാജ്യത്ത് ശാന്തി സമാധാനം, ഇത് ഗാന്ധിജിയുടെ നാടാണ്, ഇവിടെ ശാന്തി സമാധാനവും വയലൻസും എല്ലാം ഇല്ലാതായി. ശാന്തി സമാധാനം ഉണ്ടായി, വയലൻസ് ഇല്ലാതായി. ഇവിടെ നല്ലൊരു ഭാരതം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി. റിട്ടയർഡ് SP സക്കറിയ ജോർജാണ് പ്രതികരിച്ചത്. വീണ്ടും വി വിനോദ, പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പ്രായമായ അമ്മയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണം, പ്രതിയുടെ പ്രായം പരിഗണിക്കണം എന്നതൊക്കെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? ഇതിന്റെ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. പറഞ്ഞ ഈ പെരുക്കടയിലെ അമ്പലമുക്ക് അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയായ നെടുമങ്ങാട് കരിപ്പൂർ ചരിവള്ളിക്കോണത്ത് വീട്ടിൽ രാഗിണിയുടെ മകൾ വിനീതയാണ് കുത്തി കൊലപ്പെടുത്തിയത്. ഈ കേസിലാണ് ഇപ്പോൾ വധശിക്ഷയും 4 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നത്. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള വെള്ളമടം രാജീവ് നഗറിൽ ഡാനിയൽ മകൾ രാജേന്ദ്രനാണ് ഈ കേസിലെ പ്രതി. 4 കൊലപാതകങ്ങളാണ് ഇതിനിടെ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 3 കൊലപാതകങ്ങളും വിനീതയുടേതടക്കം 4 ശിക്ഷയ്ക്ക് പുറമെ മരണമുണ്ടാക്കിയുള്ള കവർച്ചയ്ക്ക് ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും മറ്റൊരു വകുപ്പിന്റെ ഭാഗമായി ശിക്ഷിച്ചിട്ടുണ്ട്. അതായത് വധശിക്ഷയ്ക്ക് പുറമെയാണിത്. മരണം ഉണ്ടാക്കും വിധം കവർച്ച നടത്തുകയും അതിനുള്ള ശിക്ഷയായി ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ചുമത്തിയിരിക്കുന്നു. കുറ്റകരമായ വസ്തു കയ്യേറ്റം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് 7 വർഷവും 3 മാസവും കഠിന തടവും 10,500 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് പ്രസൂൺ മോഹനാണ് ഈ ശിക്ഷ. ഞാൻ തിരികെ എത്താം. വി വിനോദ് വിവരങ്ങൾ നൽകുന്നു. ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന ഒരു കൊല തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് വധശിക്ഷയിലേക്ക് തന്നെ കോടതി കടന്നിരിക്കുന്നത്. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? ഇത് കൃത്യമായി വധശിക്ഷയ്ക്ക് അർഹമായ ഒരു കേസ് തന്നെയാണ്. ആ കേസിന്റെ മർഡർ ഫോർ ഗെയിൻ ആണ്. കാരണം ആ സ്ത്രീയെ കണ്ടിട്ടില്ല, അവരെ കാഷ്വലായിട്ട് അവരുടെ കഴുത്തിൽ ഒരു മാല കിടക്കുന്ന കണ്ടപ്പോൾ അവരെ കൊണ്ടുപോവുകയാണ്. ആ മാല തട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഇയാൾ തമിഴ്നാട്ടിലെ 3 പേരെ കൊന്ന കേസ് ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പശ്ചാത്താപമൊന്നും അയക്കില്ല. മനുഷ്യനെ കൊന്നിട്ട് ഇവന്റെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ഉള്ള സ്വത്ത് അടിച്ചെടുക്കുക തന്നെ അല്ല. ഇങ്ങനെയുള്ളവനെ നമുക്ക് സമൂഹത്തിൽ നിർത്താൻ പറ്റില്ലല്ലോ. ഏതായാലും അഡീഷണൽ സെഷൻ ജഡ്ജി ഏതായാലും അദ്ദേഹം വധശിക്ഷ കൊടുത്തത് കൃത്യമായ വധശിക്ഷയ്ക്ക് അർഹതയുള്ള ഒരാൾ തന്നെ, അതിന് യാതൊരു സംശയമില്ല. എന്തായാലും നല്ല ശിക്ഷാവിധി തന്നെ. പക്ഷെ ഇന്ത്യ ഇപ്പം വധശിക്ഷയിൽ പതുക്കെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വധശിക്ഷ വിധിച്ചു കിടക്കുന്ന ഇയാളെ സുപ്രീം കോടതിയിലും അങ്ങ് വരെ പോകും. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളെ ജീവപര്യന്തമാക്കി, മരണം വരെ ജീവപര്യന്തമാക്കി അത് കുറവ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. അപ്പം ഏതായാലും നല്ല ശിക്ഷയാണ്. ഇത് തന്നെയാണ് അയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷ. 4.5 പവന്റെ ഒരു മാലയ്ക്ക് വേണ്ടി മാത്രമാണ് ആ സ്ത്രീയെ കൊന്നത്. എന്നിട്ട് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇയാൾ അവിടുന്ന് വെള്ള ഷട്ടിൽ വന്ന് കൊന്നിട്ട് പോയി അവിടെ ഒരു അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് കഴിഞ്ഞപ്പോ ഇയാൾ അടുത്ത ഷട്ടുണ്ടായിരുന്നു, വേറെ ഷട്ടിലാണ് കുളിച്ച് അവിടെ നിന്ന് പോകുന്നത്. അതൊരു പ്രീപ്പം കണ്ടാണ് ആരെങ്കിലും കാണുന്നവരെ കൊല്ലുക. ഇനി ആളൊന്നുമില്ല. സ്വർണം അവിടെ കാഷ്വലായിട്ട് അവിടെ വന്നപ്പം അവരെ കഴുത്തിൽ ഒരു 4.5 പവന്റെ സ്വർണം കണ്ടു. പിന്നെ അവരെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം ആണ് രാവിലെ വന്ന് ഇയാളൊരു ഹോട്ടൽ ജീവനക്കാരനാണ് പേരൂർക്കടയിലെ. അവിടുന്ന് വന്ന് ഇയാൾ കൊന്നിട്ട് പോവുകയാണ്. പിന്നെ വൈകിട്ട് ഹോട്ടലിൽ ചെന്നു. ഇയാളെ കൈക്കൊരു മുറി വെച്ചിട്ടുണ്ടായിരുന്നു. അയാള്
ആ മുറിവ് ഏറ്റത് കൊണ്ട് ഇലക്ട്രിക് കയറ്റുവേലെങ്ങാണ്ട് പട്ടിയതാണെന്ന് പറഞ്ഞ ഹോട്ടൽ ജീവനക്കാരൻ പേരുക്കുട പോലീസ് സ്റ്റേഷൻ പേരുക്കുട ഹോസ്പിറ്റലിൽ പോയി ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ പോലീസ് കണ്ടെത്തിയ നല്ലൊരു ഡിറ്റക്ഷൻ ആയിരുന്നു. പോലീസിന്റെ സിറ്റി പോലീസിന്റെ ഏറ്റവും നല്ല ഡിറ്റക്ഷൻ ഒന്ന് തന്നെയാണ് ഈ കേസ്. കാരണം ഒരിക്കലും തെളിയാൻ സാധ്യത വളരെ കുറഞ്ഞു. അതായത് ഈ താങ്കൾ പറഞ്ഞു വരുന്ന പോലെ ദൃക്സാക്ഷികൾ ഉണ്ടാവാതിരുന്ന കേസാണ്. അപ്പോൾ ഈ സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ ഫോറൻസിക് തെളിവുകളൊക്കെ അത് നിർണയിച്ച അല്ലെങ്കിൽ അത് സഹായിച്ച മറ്റൊരു കേസ് കൂടിയായി ഇത് പോലീസ് കേസ് ഡയറിയിൽ എഴുതപ്പെടും. തീർച്ചയായിട്ടും നല്ലൊരു ഡിറ്റക്ഷൻ ആണ്. പോലീസ് സിറ്റി പോലീസിനെ അഭിനന്ദിക്കുന്നത്. വളരെ നന്ദി. റിട്ടയർഡ് SP ജോർജ് ജോസഫ് കൂടിയാണ് പ്രതികരിച്ചത്. വിനോദിലേക്ക് വീണ്ടും. വിനോദ്, അതാണ് അതിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. ഇതിൽ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. സാഹചര്യ തെളിവുകൾ നോക്കി, ഫോറൻസിക് തെളിവുകൾ, അങ്ങനെ ശാസ്ത്രീയ തെളിവുകളെല്ലാം പരിഗണിച്ചുകൊണ്ടുകൂടി നടന്ന ഒരു അന്വേഷണ സംഘത്തിന്റെ ആ ഒരു കാലഘട്ടം കൂടി അത് ഏത് തരത്തിലായിരുന്നു? അപർണ, കൃത്യമായും ഈ കേസ് നടക്കുന്നത് ഈ ലോക്ക്ഡൌണിന്റെ ഒരു നിയന്ത്രണങ്ങൾ നിൽക്കുന്ന കോവിഡുമായി ബന്ധപ്പെട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് വളരെ സുഗമമായി ആ കടയ്ക്കുള്ളിൽ കയറാനും മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കൊല നടത്തി അവിടെ നിന്ന് പോകാനും കഴിഞ്ഞത്. അത് തന്നെയായിരുന്നു ഈ അന്വേഷണ സംഘം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇതിന് ദൃക്സാക്ഷികളോ മറ്റ് കാര്യമായ സാക്ഷിമൊഴികളോ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഇല്ല എന്നതാണ്. അത് വളരെ പ്രതിസന്ധി. നമുക്കറിയാം, ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ വരുത്തുന്ന വെല്ലുവിളി. ഇത് കോടതിയുടെ മുമ്പിൽ അത് സമർത്ഥിക്കണമെങ്കിൽ അത്രമാത്രം തെളിവുകൾ പിന്നീട് കണ്ടെത്തേണ്ടി വരും. അക്കാര്യത്തിൽ അന്വേഷണ സംഘം, കേരള പോലീസ് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ ഒരു മികച്ച പ്രവർത്തനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടു. മാത്രമല്ല, പ്രോസിക്യൂട്ടർ ഇതിൽ M. സലാഹുദ്ദീൻ, അദ്ദേഹമാണ് ഇതിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അദ്ദേഹം ഈ വാദഗതികൾ നിരത്തുന്നതിൽ അദ്ദേഹവും വിജയിച്ചു. നമ്മൾ കൃത്യമായി ഈ കേസിന്റെ നാൾ വഴികൾ കൃത്യമായി പരിശോധിച്ചതാണ്. അതിൽ ഒരു വീഴ്ചയുമില്ലാതെ ഈ പ്രതിയെ കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ എത്തിക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത്. അതിന് ഏറ്റവും ഒടുവിൽ കോടതി തന്നെ ഈ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്ന നിലയിലേക്ക്, കാരണം പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുന്നതിന് റിപ്പോർട്ടുകൾ തേടുന്ന നിലയിലേക്ക് കോടതിയും എത്തിയിരുന്നു. 7 റിപ്പോർട്ടുകളാണ് പിന്നീട് അന്വേഷണ സംഘം കോടതിക്ക് മുമ്പിൽ എത്തിച്ചത്. അതിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്, കന്യാകുമാരി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്, മാനസികാരോഗ്യ വിദഗ്ധർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ റിപ്പോർട്ട്, പോലീസിന്റെ റിപ്പോർട്ട്, ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട്, ഇങ്ങനെ നിരവധിയായ റിപ്പോർട്ടുകൾ കോടതിക്ക് മുന്നിലെത്തി. കാരണം ഒരു തൂക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് പ്രതിയെക്കുറിച്ച് കൃത്യമായി, കുറ്റവാളിയെക്കുറിച്ച് കൃത്യമായി പഠിക്കുക എന്ന ഒരു കാര്യം അത് കോടതി നിർവഹിക്കുമ്പോൾ കോടതിക്ക് മുന്നിലെത്തിയ റിപ്പോർട്ടുകൾ അത് അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂട്ടറുടെയും ഒക്കെ വലിയ വിജയമായി മാറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 4 പേരെ കൊലപ്പെടുത്തിയതിൽ 3 പേരും സ്ത്രീകളാണ്. പണത്തിന് വേണ്ടിയാണ്. ഇത് ഓഹരി നിക്ഷേപത്തിന് വേണ്ടി, അതായത് ഓഹരി വിപണിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആളുകളെ കൊലപ്പെടുത്തുകയും ഈ പണം തട്ടിയെടുക്കുന്ന സ്വർണമോ പണമോ ഒക്കെ തന്നെ പിന്നീട് ഈ ഓഹരി നിക്ഷേപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന രീതിയാണ്. ഇതിന് നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തുക. 3 പേരെ തമിഴ്നാട്ടിൽ കൊലപ്പെടുത്തി ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് വീണ്ടും ഒരു കൊലപാതകം നടക്കുന്നത്. അപർണ, ഇതിൽ നമ്മൾ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ കൂടി, ആ കൊലപാതകം നടന്ന് നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയമാണ്, ആ സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ഈ കൊലപ്പെടുത്തിയ രീതിയിൽ യുവതിയുടെ ശരീരം കാണുന്നു. അവിടേക്ക് ഈ 2 കുഞ്ഞുങ്ങൾ എത്തുകയാണ്. അമ്മ മരിച്ചതറിഞ്ഞ് നെടുമങ്ങാട് നിന്ന് ബന്ധുക്കളോടൊപ്പം. വിനോദ് വിവരങ്ങൾ നൽകിയത്. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രതി രാജേന്ദ്രന് വധശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. വിവരങ്ങൾ